നടുവേദന ഇന്ന് എല്ലാവരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നമ്മുടെ ചുറ്റുപാട് സുലഭമായി കിട്ടുന്ന ഈ ഒരു ഔഷധത്തിൻ്റെ ഗുണം, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവരിൽ, അതുപോലെ ചെവിവേദന, നീർക്കെട്ട് മൂലമുണ്ടാകുന്ന തലവേദന, ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും വളരെ ഗുണകരമാണ്. നിങ്ങളുടെ അടുത്ത് ഈ ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആരോഗ്യ ഗുണം നിങ്ങൾ മറക്കരുത്. ഈ സസ്യം നിങ്ങൾക്കറിയാമോ? ഈ വയലറ്റ് കളർന്ന പച്ച നിറമുള്ള സസ്യം, ഇതാണ് കരിനൊച്ചി. ഇന്ന് നമുക്ക് കരിനൊച്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. നടുവേദന ഇന്ന് എല്ലാവരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നടുവേദന ഉള്ളവർ തീർച്ചയായിട്ടും ഒരു 4 കരിനൊച്ചിയുടെ ഇല നന്നായിട്ട് അരച്ച് പിഴിഞ്ഞതിൻ്റെ നീരെടുത്ത് അകത്തേക്ക് കഴിക്കുക. വേദനയും അതുപോലെ അതിനൊപ്പം ഉണ്ടാകുന്ന നീർക്കെട്ടും വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊള്ളും. കരിനൊച്ചി ഇല തിളപ്പിച്ച് വെള്ളത്തിൽ ദേഹത്ത് തോർത്തു മുക്കിയൊന്ന് ആവി പിടിക്കുന്നത് എല്ലാ വാതവേദനയ്ക്കും വളരെ ഗുണകരമാണ്. നമുക്കറിയാം, നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ഉളുക്കി പെട്ടെന്ന് തന്നെ കുറച്ച് കരിനൊച്ചിയുടെ ഇല തിളപ്പിച്ച് തോർത്തു മുക്കി ആവി പിടിക്കുക. നമ്മുടെ ചുറ്റുപാട് സുലഭമായി കിട്ടുന്ന ഈ ഒരു ഔഷധത്തിൻ്റെ ഗുണം, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവരിൽ കരിനൊച്ചി കാച്ചി എണ്ണ തേക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷനെ കുറയ്ക്കുന്നതിനും, അതുപോലെ ചെവിവേദന, നീർക്കെട്ട് മൂലമുണ്ടാകുന്ന തലവേദന, ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും വളരെ ഗുണകരമാണ്. നിങ്ങളുടെ അടുത്ത് ഈ ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആരോഗ്യ ഗുണം നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഈ വേദനകൾക്ക്, വാതവേദനകൾക്ക് കിഴി കെട്ടുന്നതിന്, പ്രസവത്തിന് വേദു കുളിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന ഔഷധം കൂടിയാണ് കരിനൊച്ചി. വേദനയും നീർക്കെട്ടും മാറുന്നതിനും മസിൽസിന് നല്ലൊരു ബലം കിട്ടുന്നതിനുമൊക്കെ നമുക്കിത് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിക്കാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.